ഹായ് ഫ്രണ്ട്സ്, വണ്ടി ഷെവർലൈറ്റ് ക്രൂയിസാണ്. ക്രൂയിസ് 2012 മോഡൽ ഓട്ടോമാറ്റിക്കാണ് വണ്ടി. വണ്ടി ഏകദേശം 54,000 കിലോമീറ്റർ ഏകദേശം ഓടിയിട്ടുള്ളൂ. 54,500 ഓടിയിട്ടുള്ളൂ. ഇതിൽ കംപ്ലൈൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പവർ സ്റ്റിയറിംഗ് ഭയങ്കര ഹാർഡാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ റാക്കിൽ കൂടെ പവർ സ്റ്റിയറിങ്ങിൻ്റെ ഓയിൽ ലീക്കായിരിക്കണം. റാക്കിൽ കൂടെ കറക്റ്റായിട്ട് നോക്കിയിട്ടില്ല. നമ്മൾ അടിയിൽ കൂടെ ലീക്കാവുന്നുണ്ട്. അത് ഇനി റാക്കാണോ പൈപ്പാണോ എന്നുള്ളത് അത് അഴിച്ച് നോക്കിയാൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. തൊണ്ടയ്ക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ടാണ് സൗണ്ട് ഭയങ്കര പ്രശ്നം എന്ന് വെച്ചാൽ. അപ്പോൾ നമുക്ക് എന്തായാലും വണ്ടി ഒന്ന് ലിഫ്റ്റ് ചെയ്തിട്ട് ഇതിൻ്റെ കംപ്ലയിൻറ്റ് എന്താണെന്ന് നോക്കാം. അതുപോലെ ഇതിൻ്റെ പമ്പ് കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ ഈ സെയിം കംപ്ലയിൻ്റാണ് വരിക. പക്ഷേ ഇത് പമ്പല്ല, താഴെ ലീക്കാവുന്നത് കൊണ്ട് ഏതൊരു വഴിക്ക് പവർ സ്റ്റിയറിംഗ് ഓയിൽ ലീക്ക് ഔട്ട് ആകുന്നുണ്ട്. അത് നമുക്ക് എന്തായാലും കണ്ടുപിടിക്കാം. പിന്നെ അതുമാത്രമല്ല, പവർ സ്റ്റിയറിംഗ് ഇല്ലാത്ത ഉള്ള വണ്ടി ഇതുപോലെ ഫെയിലിയർ ആയിക്കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയും ഓടിച്ചു കൊണ്ടുവരാൻ പറ്റും. പക്ഷേ ക്രൂസൊന്നും നമുക്ക് വണ്ടി സ്റ്റിയറിംഗ് തൊടാൻ പോലും പറ്റില്ല. ഇതുണ്ടോ, ടൈറ്റ് എന്ന് പറഞ്ഞാൽ അമ്മാതിരി ടൈറ്റാണ്. നമ്മൾ രണ്ട് കൈ കൊണ്ട് പിടിച്ച് വലിച്ചാലും ഇത് തിരിയില്ല. അപ്പോൾ നേരത്തുള്ള ലോറികളുടെയൊക്കെ പിന്നെയും ഭേദമാണ്, അത്രയും ടൈറ്റാണ് ഇത്. ഇതിപ്പോൾ ഞാൻ എടുത്തിട്ട് വരാൻ തന്നെ വലിയ ബുദ്ധിമുട്ടായിട്ടാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ അതൊരു ഉള്ളിലാണ് വീട് കിടക്കുന്നത്. വണ്ടി എടുക്കാനായിട്ട് ഭയങ്കര പ്രയാസമാണ്. പവർ സ്റ്റിയറിംഗ് ഉണ്ടെങ്കിൽ തന്നെ 2-3 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് വേണം എടുക്കാനായിട്ട്. പക്ഷേ ഇതും കൂടെ പവർ സ്റ്റിയറിംഗ് കൂടെ ഇല്ലാതിരുന്നപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടാണ് വണ്ടി എടുത്തത്. എന്തായാലും നമുക്കിതൊന്ന് ചെക്ക് ചെയ്യാം. ചെക്ക് ചെയ്തിട്ട് കംപ്ലയിൻറ്റ് എന്താണെന്നുള്ളത് നോക്കാം. നോക്കിയിട്ട് അതിനുള്ള സൊല്യൂഷൻ എന്താണെന്ന് വെച്ചാൽ ചെയ്യും. അപ്പോൾ റാക്കാണെന്നുണ്ടെങ്കിൽ അഴിക്കുന്നത് എങ്ങനെയാണെന്നുള്ളതൊക്കെ ഞാൻ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ. നമുക്കിത് കറക്റ്റ് സ്റ്റിയറിംഗ് റാക്ക് തന്നെയാണ് ലീക്ക് വരുന്നത്. ഈ സൈഡിൽ നിന്നാണ് വരുന്നത്. കണ്ടോ, നമുക്ക് ഇതിൻ്റെ അണ്ടർ ഷീൽഡ് ഒന്ന് അഴിച്ചിട്ട് ഒന്നുകൂടെ നോക്കാം, നല്ല കറക്റ്റായിട്ട് അറിയുള്ളൂ. ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് കൂടുതലും ലീക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഈ ഷീൽഡ് അഴിച്ചതിന് ശേഷം കറക്റ്റായിട്ടൊന്ന് നോക്കാം. ഇത് ലെഫ്റ്റ് സൈഡിലെ റാക്കിൻ്റെ ഹോൾസീലിൽ തന്നെയാണ് ലീക്ക് വരുന്നത്. റൈറ്റ് സൈഡും ചെറിയൊരു ലീക്ക് ഉണ്ട്, അതെന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് റാക്ക് അഴിച്ചിട്ട് ഇതൊന്ന് ഓവറോൾ ചെയ്യാം. റാക്ക് അഴിക്കാനായിട്ട് ഇതിൻ്റെ ക്രോസ് അഴിച്ചിട്ട് വേണം അഴിക്കാനായിട്ട്, അല്ലാതെ ഇത് പുറത്ത് വരാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ ക്രോസ് അഴിച്ചിട്ട് നമുക്ക് റാക്ക് പുറത്തെടുക്കാം. അപ്പോൾ ഇത് ക്രോസ് കംപ്ലീറ്റ് ആയിട്ട് അഴിച്ചെടുത്തിട്ടുണ്ട്. ക്രോസിൻ്റെ മൗണ്ട് 4 ബോൾട്ടേ വരുന്നുള്ളൂ. പിന്നെ കുറച്ച് ക്ലിപ്പും പൈപ്പ് ലൈനിൻ്റെ ക്ലിപ്പും കാര്യങ്ങളും മാത്രം. അപ്പോൾ നമ്മൾ 4 ബോൾട്ട് അഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ റാക്ക് അതൊന്ന് അഴിച്ച് പുറത്തെടുക്കാം. റാക്ക് ഇപ്പോൾ വന്നിട്ടുണ്ട്. യൂസ്ഡാണ് ഇത് എടുത്തിരിക്കുന്നത്. അത് വെച്ച് കഴിഞ്ഞാൽ റിപ്പയർ ചെയ്താലും ചിലപ്പോൾ സീൽ കിറ്റ് നിൽക്കണം എന്നില്ല. അപ്പോൾ നമ്മൾ ഇത് യൂസ്ഡ് കോയമ്പത്തൂരിൽ നിന്ന് ഇടിച്ച വണ്ടിയുടെ യൂസർ എടുത്തിരിക്കുകയാണ്. കുഴപ്പമില്ലാത്ത റാക്ക് തന്നെയാണിത്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്ക് ബൂട്ട് തന്നെ തുറന്നാൽ തന്നെ അറിയാം ലീക്ക് ഉണ്ടാകുന്നുള്ളത്. വണ്ടി വെച്ച് തന്നെ ഞാൻ തുറന്ന് നോക്കി, കുഴപ്പമൊന്നുമില്ല. നിൽക്കുന്ന വണ്ടിയിൽ ഊരി തന്നാണ്, ക്രോസ് ഇറക്കി ഊരി തന്നാണ്. ഇത് പുതിയതിന് തന്നെ റാക്കിന് നല്ല റേറ്റ് വരുന്നുണ്ട്. ഏകദേശം 10 റേഞ്ച് കൊടുക്കേണ്ടി വരും. ഇത് ഓരോരോ സ്ഥലങ്ങൾക്കനുസരിച്ച് അവർ റേറ്റ് വ്യത്യാസം വരും. എല്ലാവരുടെയും ഒരുപോലെ ആയിരിക്കണമെന്നില്ല. നമ്മൾ GMൻ്റെ തന്നെ ഒറിജിനൽ തന്നെയാണ് വന്നിരിക്കുന്നത്. നമുക്കിനി ഇത് ക്രോസിൽ കയറ്റിയിട്ട് വണ്ടിയിൽ നമുക്ക് ഫിക്സ് ചെയ്യാം. അത് ഫിക്സ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്താൽ തന്നെ അറിയാം എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ, ലീക്കോ കാര്യങ്ങളുണ്ടെങ്കിൽ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ നല്ലോണം പ്രഷർ തള്ളും. എന്തായാലും നമുക്കിത് വണ്ടിയിൽ സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ റാക്ക് ഇത് ക്രോസിൽ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ റാക്ക് ഫിറ്റ് ചെയ്തതിന് ശേഷം ഒരു ബൂട്ട് വരുന്നുണ്ട് ഇതിനകത്ത്. അത് കയറ്റുന്നതിന് മുന്നേ തന്നെ ഇടണം. ഇടുമ്പോൾ ഈ കട്ടിങ് ഇതിലൊരു കട്ട് വരുന്നുണ്ട്, അതിനകത്ത് കറക്റ്റാക്കിയിട്ട് വേണം ഇത് കയറ്റാനായിട്ട്. സീറ്റിംഗ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വണ്ടിയിലേക്ക് ഫിക്സ് ചെയ്യാം. വണ്ടി വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം ഫുള്ളായിട്ട്. നമുക്കിനി ഇതൊന്ന് ഓടിച്ച് നോക്കണം. സ്റ്റിയറിംഗ് പക്ക ഫ്രീ ആയിട്ടുണ്ട് ഇപ്പം. നോർമലിലൂടെ നല്ല ഫ്രീ ഉണ്ട്. നമുക്കിനി ഇതൊന്ന് ഓടിച്ച് നോക്കാം. വേണ്ട, പക്ക ഫ്രീ ആണ്. അബ്നോർമൽ നോയ്സോ കാര്യങ്ങളോ ഒന്നുമില്ല.
സ്റ്റിയറിംഗ് എപ്പോഴും നമ്മൾ ഇതിൽ എയർ ബാഗ് ഉള്ളത് കൊണ്ട് സെൻറ്ററാക്കിയിട്ട് വേണം അഴിക്കാനായിട്ട്. സെൻറ്ററാക്കിയിട്ട് തന്നെയാണ് അഴിച്ചത്. ഇല്ലാത്ത പക്ഷം നമുക്ക് ഈ സ്റ്റിയറിംഗ് തിരിക്കുമ്പോൾ ഉള്ളിൽ ബ്രോക്കൺ ആകാൻ സാധ്യതയുണ്ട് സ്പൈറൽ കേബിൾ. ഇതിപ്പോൾ കുഴപ്പമൊന്നുമില്ല. വേറെ വാർണിംഗ് ലൈറ്റോ കാര്യങ്ങളോ ഒന്നും ഇതിനകത്തില്ല. എപ്പോഴും നമ്മൾ യൂസ്ഡ് സ്റ്റിയറിംഗ് റാക്ക് മേടിച്ച് ഇടുമ്പോൾ റാക്കിൽ ചിലപ്പോൾ സൗണ്ട് വരാൻ സാധ്യതയുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടിച്ച വണ്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിച്ച് വേണം എടുക്കാനായിട്ട്. ഫിറ്റ് ചെയ്തിട്ടും നല്ലോണം നോക്കണം സൗണ്ട് എന്തെങ്കിലും വരുന്നുണ്ടോ. ഇത് ഓക്കെയാണ്, നോർമലാണ്, പക്കയാണ്, കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ നമുക്കൊന്ന് വണ്ടി ഒന്ന് ഡ്രൈവ് ചെയ്ത് നോക്കാം. വണ്ടി ഓക്കെയാണ്, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷെ വണ്ടിക്ക് വണ്ടിയുടെ ഷോക്ക് ചെറിയൊരു കംപ്ലൈൻറ്റ് ഉണ്ട് ഇതിനകത്ത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി ജമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആക്ഷൻ ഇല്ലാത്ത പോലെ വണ്ടി ജമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താ വെച്ചാൽ ഷോക്കിൻ്റെ ചെറിയൊരു പ്രശ്നമായിട്ടാണ് തോന്നുന്നത്. അതെന്തായാലും നമുക്ക് കസ്റ്റമറിനെ ഒന്ന് ഇൻഫോം ചെയ്യാം. മാറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.